ഹലോ. അപ്പോൾ എല്ലാവരും എന്തെടുക്കും? ഓണസദ്യയൊക്കെ കഴിച്ച് എല്ലാവരും സൈഡായ. ഞാനെന്തായാലും ഇന്നലെ തന്നെ സൈഡായിട്ടാണ്. എനിക്ക് ഒട്ടും വയ്യാണ്ടായി. പിന്നെ അത് ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ചോറൊക്കെ ആവിയേറ്റാനും കറികളൊക്കെ ചൂടാക്കാനും ഉണ്ടായുള്ളൂ. ഇതെന്തിട്ടത് സദ്യയുടെ ഇടയിൽ ഒരു നോൺ വെജ് ഇല്ലേ? ഒന്നുമില്ല, ഇവർക്ക് നോൺ വെജ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അതും ഉണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ ഫ്രണ്ടിൽ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ എന്നിട്ടാണ് പൂക്കളൊക്കെ ഒന്ന് നോക്കി നിന്നു. ദേ ക്ലൈമറ്റ് കണ്ടോ, നല്ലൊരു അടിപൊളി ക്ലൈമറ്റ്, നല്ല കൂൾ കാം, നല്ലൊരു രസമുള്ള ഒരു ക്ലൈമറ്റ്. പിന്നെ ഞാൻ വേഗം പൂക്കളൊക്കെ വാരിക്കളയാൻ നിന്നു. ശരിക്കും പൂക്കളം വാരിക്കളയുമെങ്കിൽ നല്ല വിഷമം ഉണ്ടായിട്ടാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇത്രയും വലിയ പൂക്കളം ഒറ്റയ്ക്ക് ഇടുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് എന്താ പറയുക, വാരിക്കളയുമ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അത് കളഞ്ഞില്ല, അവിടെ എടുത്തു വെച്ചു. കാരണം ഇന്നലെ മോൻ അതിനകത്ത് കിടന്ന് കളിക്കാൻ കുറച്ച് വന്നായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി അത് അവന് കളിക്കാനായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അടുക്കളയിൽ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേഗം മിറ്റമൊക്കെ അടിച്ചു. ഇതൊക്കെ അവൻ എണീക്കുമ്പോഴേക്കാണ് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ മനസ്സമാധാനത്തോടെ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുടയ്ക്കാൻ വേണ്ടി എടുത്തപ്പോഴേക്കും അവൻ എണീറ്റ് വന്നു. പിന്നെ അവൻ്റെ പ്രഭാത പൂജയാണ് ഈ പാട്ട് കാണുക എന്നുള്ളതൊക്കെ. അപ്പോൾ അവൻ അതവിടെ കണ്ടുകൊണ്ടിരിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ചേട്ടായിക്ക് ദോശയാക്കി ചായക്ക് വെള്ളം വെച്ചു. അപ്പോഴേക്കും ചോറൊക്കെ നമ്മുടെ ആയിണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ പാത്രത്തിലാക്കി, കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക കറിയും വെച്ചിട്ടുണ്ട്. ഇത് പോർക്കാണ്. അപ്പോൾ അതും ഇത് ബോട്ടി, അങ്ങനെ അതും ആക്കി. പിന്നെ കുറച്ച് കാളനും ആക്കി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.